ഒരു ദിവസം മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ 2 കറ്റാർവാഴ ആയിട്ട് വന്നിട്ടാ. അതുപോലെ തന്നെ പിറ്റേ ദിവസവും വേറെ 2 കറ്റാർവാഴ ആയിട്ട് വന്നു. അവളുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊടുത്തതാണ് 4 കറ്റാർവാഴ തൈകൾ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കറ്റാർവാഴ പറിച്ചപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ കണ്ടിട്ട് ആ ചേട്ടൻ മോൾക്ക് കൊടുത്തതാണേ. അപ്പോൾ ഇതാ ഉമ്മ പറഞ്ഞു നമുക്കത് നടാം. ചട്ടിയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ കറ്റാർവാഴ മണ്ണിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ദേ ഇവിടെ നമ്മൾ മെറ്റലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്ന സ്പേസായിരുന്നു. അപ്പോൾ അവിടുന്ന് മെറ്റലൊക്കെ കുറച്ച് മാറ്റി മതിലിനോട് ചേർന്നിട്ട് കറ്റാർവാഴ നടാനിട്ട് ഉമ്മ. അപ്പോൾ കറ്റാർവാഴ നടുമ്പോൾ നമുക്ക് ചെറിയൊരു കുഴി മതി. കറ്റാർവാഴയുടെ ആ തണ്ട് മാത്രം ഇറങ്ങിയിരിക്കാനുള്ളത്. ഇലകളൊക്കെ പുറത്തേക്കായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അങ്ങനെ 4 കറ്റാർവാഴ തൈ ചേട്ടൻ തന്ന 4 കറ്റാർവാഴ തൈ നട്ടു. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കറ്റാർവാഴ തൈയും നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയ 2 കട ഉണ്ടായിരുന്നു, വേര് പോലത്തെ. അങ്ങനെ ഒരു എന്താ പറയുക 4, 5, 6, 7 തണ്ട് കറ്റാർവാഴയാണ് നമ്മളിപ്പോൾ ഈ മതിലോട് ചേർന്നിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പീസ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഈ കറ്റാർവാഴ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ബ്യൂട്ടി സംരക്ഷണത്തിനാണെങ്കിലും അതുപോലെ നമ്മുടെ മുടികൾക്ക്, ഫേസിന് ഒക്കെ നല്ലതാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴ നമ്മുടെ ചെടികൾക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ മതിലിനോട് ചേർന്നിട്ട് അവിടെ കൈപ്പക്ക വളർത്തിയിട്ടുണ്ട്. പിന്നെ പപ്പായ ഉണ്ട്. പപ്പായയുടെ മുകളിൽ അതാ പപ്പങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിത് പഴുപ്പിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ വേറെ പപ്പായ തൈ ഉണ്ട്. പപ്പായ തൈയുടെ താഴെയായിട്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ നട്ടു കൊടുത്തിട്ടുള്ളത്. അത് ഈ നട്ടിട്ടുള്ളത് ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മറ്റേ മൂടിയുടെ ഭാഗമാണ് കേട്ടോ. അതിലാണ് ഈ സംഭവങ്ങളൊക്കെ നട്ടിട്ടുള്ളത്. ഇനി കറ്റാർവാഴ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെടുക്കുക, കഷ്ണങ്ങളാക്കി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത കറ്റാർവാഴ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് പുളിക്കാത്ത ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ അരച്ച കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. മൊത്തം കറ്റാർവാഴ തണ്ട് അങ്ങനെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് ചെറുതായി ഷെയ്ക്ക് ചെയ്തിട്ട് പിന്നെ അതവിടെ അടച്ചു വെക്കാം. 2 ദിവസം ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഈ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ പുളിച്ച് വരട്ടെ, എന്നിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബോഗൻവില്ല സംരക്ഷണം ഉണ്ട്. അപ്പോൾ നമ്മൾ ബോഗൻവില്ലക്കാണ് മെയിനായിട്ട് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ബോഗൻവില്ലക്ക് ഒഴിച്ചു കൊടുത്താൽ ബോഗൻവില്ലയിൽ നന്നായിട്ട് പൂക്കളുണ്ടാക്കാൻ നല്ലൊരു റെമഡിയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മുടെ ഈ ബോഗൻവില്ല നമ്മൾ കുറച്ച് കെയറിങ് ഒക്കെ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ചോട്ടിലുള്ള പുല്ലുകളും ഒക്കെ പറിച്ച് കളയണം, കിളകളൊക്കെ പറിച്ച് മാറ്റി. ഒക്ടോബർ മുതൽ ബോഗൻവില്ലയിലൊക്കെ നിറച്ച് പൂക്കളും ഒക്കെ ഉണ്ടായി തുടങ്ങുന്ന ഒരു സമയമാണ്. നമ്മളൊരു മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെ നന്നായിട്ട് ബോഗൻവില്ല പൂക്കളോടെ നിൽക്കണം. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ സംരക്ഷണം തുടങ്ങണം. ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ കുറ്റി പോലെ ബ്രൂൺ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതിങ്ങനെ നല്ല വലുതാക്കി ചട്ടിയിൽ നട്ടത് കാരണം നല്ല വലിയ തൈകളാക്കി എടുക്കണില്ല. പിന്നെ ബ്രൂൺ ചെയ്തെടുത്താലാണ് നമുക്ക് നല്ല പൂക്കളൊക്കെ ഫുള്ള് ഇലകളൊന്നും ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മളിതുപോലെ ചെറിയ അതിൻ്റെ ചെനപ്പൊക്കെ മുറിച്ച് മാറ്റാണ് പിന്നെ ബ്രൂൺ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചില ബോഗൻവില്ലകൾ ഇവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ പൂവിടാൻ തുടങ്ങണുള്ളൂ, എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ പൂവിട്ടിട്ട് തുടങ്ങണുള്ളൂ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ വരാൻ പോകുന്ന സമയമല്ലേ, പിന്നെ അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങണുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ബോഗൻവില്ല കമ്പുകൾ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു ചട്ടിയിൽ കുത്തി വെക്കാണ് പതിവ്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ബോഗൻവില്ല കമ്പുകൾ കുത്തി വെച്ചാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ചട്ടിയിൽ ഒരു കമ്പ് നന്നായി മൂത്ത ഒരു കമ്പ് കുത്തിക്കൊടുക്കാം.
എന്നിപ്പോൾ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കാം. അതിൻ്റെ അടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ കമ്പ് ഇരിക്കുന്നത്. ഇനി ഇത് എനക്കാതെ ഇതിന് ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ കമ്പിന് എനക്കം വരാതിരിക്കാനാണ് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കുന്നത്. ഇതൊരു 2 ആഴ്ച കൊണ്ട് തന്നെ നല്ല കിളിർത്ത് വരും കേട്ടോ നമ്മുടെ ഈ കമ്പ്. ഇങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഈ ബോഗൺവില്ലയുടെ കമ്പുകളും പിന്നെ ഏത് കമ്പായാലും നമുക്കിതുപോലെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. ഇതിൽ ഫുള്ളും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം, കറ്റാർവാഴ ആ ഒരു കൂട്ടാണ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിറയെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം അതിലുള്ള കറ്റാർവാഴൊക്കെ ഇതിൽ ഈ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കറ്റാർവാഴ ഇതിലുണ്ടെന്ന് തന്നെ അറിയണില്ല. ആ മാതിരി നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് നന്നായിട്ട് അതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് പ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുള്ള ബോഗൺവില്ലയാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ചിലതിൻ്റെ കടക്കൽ മാത്രം കേട്ടോ പുല്ലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ കടക്കലൊക്കെ നമ്മുടെ കാക്കാപ്പൂവിൻ്റെ തൈകളാണ്. അപ്പോൾ കുറൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് ചട്ടികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി അതൊക്കെ ഒരു പൂവുണ്ടായി കാണുമ്പോൾ ചട്ടിയിൽ പൂവുണ്ടായി കാണുമ്പോൾ ഭംഗിയല്ല. അപ്പോൾ നമ്മളത് അതിനവിടെ നിർത്തി ബാക്കി കളകളൊക്കെ പറിച്ച് മാറ്റിയിട്ടാണ്. എന്നിട്ട് എല്ലാ ചട്ടിയിലും ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് നല്ല പൊക്കമുള്ള മതിലാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല പൊക്കമുള്ള മതിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ വലിയ ചട്ടികളിലാക്കിയിട്ടാണ് ബോഗൺവില്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ മഴ ആയതുകൊണ്ട് നമ്മൾ താഴെ മാറ്റി വെച്ചേക്കണമായിരുന്നു. ഇതിനൊന്നും ചീച്ചൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിപ്പോയാൽ ഇതാകെ പ്രശ്നക്കാരാണ്. അപ്പം ഈ ബോഗൺവില്ല നമ്മൾ മാറ്റി വെച്ചേക്കണം. അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ വീണ്ടും മതിൻ്റെ പൊക്കത്തേക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ എനിക്ക് നനക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മോനെ കൊണ്ടാണ് കേട്ടോ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇത് ഓരോ കപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. എല്ലാ ആഴ്ചയും നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇനി തുടരെയുള്ള എല്ലാ ആഴ്ചകളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി വേറൊരു വളം കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പം അടുത്ത് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടിയും ബോഗൺവില്ലയുടെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ വീണ്ടും ആ വളം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ 2 വളങ്ങളും, ഈ വളവും പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന വളം, അങ്ങനെ 2 വളങ്ങൾ മാറിയിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസങ്ങളിൽ ഇത് മറക്കാതെ തന്നെ ചെയ്യാം.